ഭൂലോകത്തിലെ ഏറ്റവും സൗമ്യനായ മനുഷ്യനെന്ന് ബൈബിൾ വിശേഷിപ്പിച്ചത് ആരെയാണെന്നറിയാമോ? ഒരാളെ ഒറ്റയടിക്ക് കൊന്ന ഒരു മനുഷ്യൻ, ഒരു നല്ല യോദ്ധാവ്, ഏത് സൈന്യത്തെയും ഒറ്റയ്ക്ക് നേരിടുവാൻ കെൽപ്പുള്ള നേതാവ്. ഇത്രയും വിശേഷണങ്ങളുള്ള ഒരാളെപ്പറ്റി കേൾക്കുമ്പോൾ ഈ മനുഷ്യൻ സൗമ്യനായിരിക്കുമോ എന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? എന്നാൽ ഇദ്ദേഹത്തെയാണ് ബൈബിൾ ഭൂലോകത്തിലെ ഏറ്റവും സൗമ്യനായ മനുഷ്യനെന്ന് വിളിക്കുന്നത്. ആ ആളിന്റെ പേര് മോശ എന്നാണ്. സംഖ്യാപുസ്തകത്തിൽ 12-ാം അധ്യായം 3-ാം വാക്യത്തിലാണ് മോശയെ ഭൂലോകത്തെ ഏറ്റവും സൗമ്യനായ വ്യക്തിയെന്ന് വിവരിക്കുന്നത്. മോശയുടെ ജീവചരിത്രം ആരംഭിക്കുന്ന പുറപ്പാടിന്റെ പുസ്തകത്തിൽ മോശ യഹൂദ മാതാപിതാക്കൾക്ക് ഈജിപ്തിൽ വെച്ച് പിറന്ന കുഞ്ഞാണ്. യഹൂദയുടെ ആൺകുട്ടികളെ കൊല്ലുന്ന ഫറവോയിൽ നിന്ന് ആ കുഞ്ഞിനെ രക്ഷിക്കുന്നതിനായി അമ്മയും അനുജത്തിയും കൂടി മോശയെ നൈൽ നദിയിൽ ഒഴുക്കുകയും ഈജിപ്തിലെ രാജകുമാരി അവനെ എടുത്ത് കൊട്ടാരത്തിലെ രാജാവിനെ പോലെ വളർത്തുകയും ചെയ്യുന്ന കഥ നമുക്കറിയാം. താൻ യഹൂദനാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം യഹൂദനെ ഉപദ്രവിക്കുന്ന ഒരാളെ ഒറ്റയടിക്ക് കൊന്നവനാണ് മോശ. പിന്നീട് എങ്ങനെയാണ് ഈ മനുഷ്യൻ ഭൂലോകത്തിലെ ഏറ്റവും സൗമ്യനായ വ്യക്തിയായി തീർന്നത്? അത് അവന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു ദൈവദർശനമാണ്. പഴയ നിയമത്തിൽ ദൈവവുമായിട്ട് ഒരു മറയുമില്ലാതെ സംസാരിച്ചിരുന്ന ഏക വ്യക്തി മോശയാണ് എന്ന് സംഖ്യാപുസ്തകത്തിൽ 12-ാം അധ്യായം 8-ാം വാക്യത്തിൽ യഹോവ തന്നെ സാക്ഷ്യം നൽകുന്നുണ്ട്. അതേ പുസ്തകത്തിൽ മോശയ്ക്കെതിരായി പിറുപിറുത്ത ഒരു സ്ത്രീയെ ദൈവം ശപിച്ച് കുഷ്ഠരോഗിയാകുമ്പോൾ ദൈവം എത്രമാത്രം മോശയെ വിലമതിച്ചിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാം. മോശ അവരോട് പോലും സൗമ്യമായിട്ടാണ് പെരുമാറിയത്. നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളുകളാണോ നമ്മൾ? ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാതെ നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ ആണോ നമ്മൾ? അതിൽ നിന്ന് മോചനം നേടുവാൻ ദൈവദർശനം ആവശ്യമാണ്. ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ, അവിടുന്ന് നിരന്തരമായി സംസാരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ തങ്ങളുടെ കുറവുകളിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുകയുള്ളൂ. മുൻകോപം കൊണ്ട് ഒരാളെ അടിച്ചു കൊന്ന മോശയെ ഭൂലോകത്തിലെ ഏറ്റവും സൗമ്യനായ വ്യക്തിയാക്കി തീർത്തത് നിരന്തരമായുള്ള ദൈവദർശനമാണ്. നിരന്തരം പ്രാർത്ഥനയിലൂടെ നമ്മുടെ കോപത്തെ നിയന്ത്രിക്കുവാനും സൗമ്യരായി തീരുവാനും നമുക്ക് സാധിക്കുമെന്ന് മോശ എന്ന ബൈബിൾ കഥാപാത്രം നമ്മെ പഠിപ്പിക്കുന്നു.